ഇസ്രയേൽ പുറത്തിറക്കുന്ന പുതിയ ലേസർ പ്രതിരോധ സംവിധാനം 3 വ്യത്യസ്ത ലേസർ പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്നതാണ്. അതിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചവ കഴിഞ്ഞ നാളുകളിൽ 40 ഹിസ്ബുള്ള ഡ്രോണുകളെ കൃത്യതയോടെ വെടിവെച്ചിട്ടിരുന്നു. ഇത് ഇസ്രായേലിന്റെ സുരക്ഷയിലും ആഗോള പ്രതിരോധ രംഗത്തും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നീക്കമായാണ് വിലയിരുത്തുന്നത്. ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനമാണ് ലേസർ പ്രതിരോധ സംവിധാനം. ഇസ്രായേലിന്റെ പ്രതിരോധം ഇപ്പോൾ കാക്കുന്ന അയൺ ഡോം ഓരോ ഇന്റർസെപ്റ്ററിനും $40,000 മുതൽ $1 ലക്ഷം വരെയാണ് ചെലവ് വരിക. അതേസമയം ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്ന ഒരു റോക്കറ്റിന് $300 മുതൽ $800 മാത്രമാണ് ചെലവാകുക. പുതിയ ലേസർ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ബീം മൊബൈൽ, ലൈറ്റ് ബീം എന്നിവ ഒരു ലൈറ്റ് ഓണാക്കുന്ന വൈദ്യുതി ഉപഭോഗം മാത്രമാണ് സംഭവിക്കുക. ലേസർ പ്രതിരോധം പ്രകാശവേഗത്തിൽ ശത്രുവിന്റെ ആയുധങ്ങളെ തകർക്കാൻ കഴിയും എന്നതിനൊപ്പം ആക്രമണങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെടാനും കഴിയുന്ന ശത്രുവിന്റെ ഡ്രോണുകളെയും റോക്കറ്റുകളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗാസയിൽ ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം നിരവധി യുദ്ധമുഖങ്ങളാണ് പശ്ചിമേഷ്യയിൽ തുറക്കപ്പെട്ടത്. ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേൽ നടപടിയിൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെങ്കിലും ചെറു റോക്കറ്റുകൾ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്ന ഇവർ നിരന്തരം പരാജയപ്പെടുന്നതിനാൽ ഇറാനും ഹൂതികൾ ഇസ്രായേലിലേക്ക് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിലേക്ക് ഹമാസും ഹിസ്ബുള്ളയും മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ലേസർ പ്രതിരോധ സംവിധാനത്തിന് ഇപ്പോഴത്തെ ദൂരപരിധി 10 കിലോമീറ്റർ ആണ്. ബാലിസ്റ്റിക് മിസൈലുകൾ തകർക്കാൻ ലേസറുകൾ പ്രാപ്തമല്ല. ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധിക്കുവാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ആരോ 2, ആരോ 3 പോലുള്ള ഉപഗ്രഹ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ്. അയൺ ഡോം ആദ്യമായി ഇസ്രായേലിൽ വിന്യസിച്ചത് 2011-ലാണ്. ഇന്ന് ഇസ്രായേലിൽ 12 യൂണിറ്റുകൾ അയൺ ഡോമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ ആവിഷ്കരിച്ചിരിക്കുന്ന ലേസർ യൂണിറ്റുകൾ രാജ്യത്ത് മുഴുവൻ നിലയുറപ്പിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എങ്കിലും ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ ഈ വർഷാവസാനം മുതൽ ഇസ്രായേലിന്റെ കവചമായി പ്രവർത്തിച്ചു തുടങ്ങും. പ്രതിരോധം ശക്തമാകുന്ന ഇസ്രായേൽ സൈറണുകളും ബോംബ് ഷെൽട്ടറുകളും ആശ്രയിക്കാതെ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇതുമൂലം ഒരുങ്ങുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.